നല്ല അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ചർച്ച് കൊയറിനെ ദൈവം സഹായിച്ചു. ആ സഹോദരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവർക്ക് പ്രത്യേക നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് വചനത്തിൻ്റെ ചുറ്റാകെ ഒരുമിച്ചായിരിക്കാം. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. ഞാൻ ചില വേദഭാഗങ്ങൾ ഇങ്ങനെ വായിപ്പിക്കും. അത് നിങ്ങൾക്ക് കുറിച്ചെടുക്കാവുന്നതാണ്, വായിക്കാവുന്നതാണ്, പങ്കുവെക്കാവുന്നതാണ്. ദൈവം സഹായിക്കട്ടെ. അറിവുകൾ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് രാത്രി സംസാരിക്കാനായിട്ട് കർത്താവ് ശരണപ്പെടുക. അറിയുക എന്തെല്ലാമാണ് നാം അറിയുക. നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അറിവില്ലായ്മയുടെ ഒരു കാലങ്ങളുണ്ട്. അറിവില്ലായ്മയുടെ ഒരു കാലം, അത് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അറിവില്ലായ്മയുടെ കാലങ്ങളെ കർത്താവ് അഗണ്യമാക്കുന്നു, ലക്ഷ്യമാക്കാതെ പോകുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17-ാമത് അധ്യായത്തിൻ്റെ 17-ാമത് അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. അറിയായ്മയുടെ ഒരു കാലം എല്ലാവരുടെയും കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ അറിയായ്മയുടെ കാലങ്ങളെ കർത്താവ് ലക്ഷ്യമാക്കാതെ പോകും. ഇന്ന് മനുഷ്യരൊക്കെ ഈ അറിവുകളുടെ കാലങ്ങളിലാണ്. ഭയങ്കര അറിവിൻ്റെ ഒരു വിസ്ഫോടനത്തിലാണ് നാം ജീവിക്കുക. എന്ത് കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ വിരൽത്തുമ്പെന്ന് തൊട്ടാൽ മതി. വലിയ അനന്തമായ അറിവുകളുടെ വാതായനങ്ങൾ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. എന്താ അറിയേണ്ടത്? ഏതിനെക്കുറിച്ചാണ് അറിയേണ്ടത്? എന്തെല്ലാം വേണം അറിവുകൾ തരാൻ ഗൂഗിളൊക്കെ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുക, എന്തറിവുകളും തരാൻ. പക്ഷെ ചിലപ്പോൾ അറിയേണ്ട ഒത്തിരി അറിവുകളുണ്ട്, നമ്മൾ അറിയാതെ പോകുന്ന അറിവുകളുണ്ട്, അറിയേണ്ടതായ അറിവുകൾ. അവിടെയാണ് അറിയായ്മയുടെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സനാതനമായ സത്യമുണ്ട്. യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ ആൻഡ് യു ആർ ഫ്രീ ഇൻഡീഡ്. സത്യം അറിയുകയും സത്യം നമ്മളെ സുന്ദരമാക്കുകയും ചെയ്യും. അപ്പോൾ അറിയപ്പെടേണ്ട ചില സത്യങ്ങളെല്ലാ സനാതനമായ ചില സത്യങ്ങളുണ്ട്. ആ സത്യത്തിലെ ഏറ്റവും വലിയൊരു അറിവ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളുടെ അറിവാണ്. തൻ്റെ അന്ത്യപ്രഭാഷണത്തിലെ കർത്താവായ യേശുക്രിസ്തു പറയുന്ന അറിവ് എന്താണത്? ഏകസത്യ ദൈവമായ അങ്ങയും അങ്ങ് അയച്ചിരിക്കുന്ന പുത്രനെയും അറിയുന്നത് നിത്യജീവനാകും. അപ്പോൾ ആ അറിവെന്ന് പറയുന്നത് ഒരു ഇൻ്റലക്ച്വൽ നോളജ് അല്ല. നോവിങ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരു ഇൻറ്റിമസിയാണ്. ആഡം ന്യൂ ഈവ് എന്ന് നാം വായിക്കാറുണ്ട്. അതൊരു ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഒരു ഇൻറ്റിമസിയെ കുറിച്ച് കാണിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ അതിന് തത്തുല്യമായൊരു വാക്കാണ് അവിടെ ഉപയോഗിക്കുക. ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് ബൗദ്ധികമായ അറിവിനപ്പുറത്തുള്ള ഒരു അറിവാണ്. അപ്പോൾ ആ അറിവിലേക്ക് നമ്മളെ കൊണ്ടുവരാനാണ് ദൈവം ആഗ്രഹിക്കുക. അതൊരു ഇൻറ്റിമസിയുടെ ഒരു തലമാണ്, ബുദ്ധിപരമായ അറിവിൻ്റെ അപ്പുറത്ത്. ഇന്ന് ബുദ്ധിപരമായി പലർക്കും പലതിനെയും അറിയാം. എന്നാൽ ബുദ്ധിയുടെ അറിവിനപ്പുറത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരറിവുണ്ട്. അതാണ് പ്രിയമുള്ളവരെ യഥാർത്ഥമായ യേശുവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുക. ഇൻറ്റിമസിയായിട്ട് കർത്താവിനെ അറിയാൻ കഴിയുക, ഹൃദയം കൊണ്ട് ദൈവത്തെ അറിയാൻ കഴിയുക. അങ്ങനെ അറിയുന്നതാണ് നിത്യജീവൻ. ആ അറിവുകൾ നമ്മളെ കൊണ്ടെത്തിക്കുന്ന മറ്റ് പല അറിവുകളുണ്ട്. ആ അറിവുകളിലേക്കൊക്കെ നമുക്ക് വേഗത്തിലൊന്ന് പോയി നോക്കാം. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാമത് അധ്യായത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു അറിവ്. ഞാൻ ഈ ദിവസങ്ങൾ ആ അറിവുകളെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ആ അറിവിതാണ് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം. അപ്പോൾ അറിയുക എന്നുള്ളൊരു വാക്ക്, ആ വാക്കിൽ നിന്നുകൊണ്ട് ചില ചിന്തകളെയൊക്കെ നമുക്കിങ്ങനെ പങ്കുവെച്ചൊക്കെ പോകാനായിട്ട് കർത്താവ് ഇന്ന് പകരം നമുക്ക് ഏവർക്കും ഇടയാക്കട്ടെ. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് അറിയുന്നു. അപ്പം പൊന്നു പ്രിയരെ, വലിയൊരു അറിവ് നമുക്കുണ്ടാകേണ്ടത് നമ്മളെല്ലാവരും കൂടാരത്തിലാണെന്നറിയണം. കൂടാരത്തിലാണ്. We know that if the tent that is our earthly home is destroyed, we are living in a tent. നമ്മുടെ ശരീരത്തെക്കുറിച്ച് അത് പറയുക. ആ ശരീരം വെറും ഒരു കൂടാരം മാത്രമാണ്. ആ കൂടാരം അഴിഞ്ഞു പോയാൽ എന്നുള്ളതല്ല, അഴിഞ്ഞു പോകും. 2 കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഒന്നീ കർത്താവിൻ്റെ വരവ്, അല്ലെങ്കിൽ നമ്മുടെ മരണം. ആ മരണത്തിന് അഴിഞ്ഞു പോയി. നമ്മൾ ഈ പഴയ നിയമം പഠിച്ച് വരുമ്പോൾ അവിടെ ആയുസിൻ്റെ വലിയ പട്ടികകൾ കാണുന്നുണ്ട്. അബ്രഹാം ഇത്ര നാൾ ജീവിച്ചിരുന്നു, ഇസ്ഹാക്ക് ഇത്ര നാൾ ജീവിച്ചിരുന്നു, വലിയൊരു പട്ടികയാണ് അവിടെ കാണുക. പക്ഷേ ആ പട്ടിക പഴയ നിയമത്തിൻ്റെ ആയുസിൻ്റെ ദൈർഘ്യമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം അറിയേണ്ട പരമപ്രധാനമായൊരു സത്യമുണ്ട്. പുതിയ നിയമത്തിൽ ഒരാളുടെ ആയുസ് പറയുന്നില്ല. 30-ാമത്തെ വയസ്സിൽ യേശു സ്നാനമേറ്റു എന്ന് കാണുന്നുണ്ട്. 33 എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളിങ്ങനെ ആ സമയങ്ങളൊക്കെ കണക്ക് കൂട്ടുകയാണ്. പിന്നെ ഹന്നായുടെ ഒരു കാലം ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ ഒഴിച്ചാൽ കാര്യമായ ഒരു മനുഷ്യൻ്റെയും ഇത്ര ആയുസ് ജീവിച്ചിരുന്നുള്ള വർഷങ്ങളുടെ കണക്കുകൾ
പുതിയ നിയമത്തിൽ പ്രാധാന്യമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ ആയുസ്സായിരുന്നു അനുഗ്രഹം, എന്നാൽ പുതിയ നിയമത്തിൽ ആയുസ്സല്ല അനുഗ്രഹം. അതുകൊണ്ട് ആയുസ് അറ്റുപോകുന്നത് ഒരു തിന്മയാണെന്നല്ല ഞാൻ പറയാൻ വരുന്നത്. അല്ലെ, അങ്ങനെയുള്ള കാര്യത്തില്ല. എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല പുതിയ നിയമത്തിൻ്റെ പ്രതിപാദ്യം. എങ്ങനെ ജീവിച്ചു, എങ്ങനെ മരിച്ചു എന്നുള്ളതാണ്. അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് അറിയണം. പുതിയ നിയമത്തിൽ വരുമ്പോൾ പഴയ നിയമത്തിൻ്റെ നാളുകളിൽ ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റുണ്ട്. 5-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ ഇത്ര നാൾ ജീവിച്ചു, ഇത്രാമത്തെ വയസ്സ് മരിച്ചു, ഇന്നാരെ ജനിപ്പിച്ചു, ഇത്ര നാൾ ജീവിച്ചു, ഇത്ര പേരെ ജനിപ്പിച്ചു, മരിച്ചു. അതാണ് അവിടുത്തെ പഴയ നിയമത്തിൻ്റെ ചരിത്രം. എത്ര മക്കളെ ജനിപ്പിച്ചു അത്ര അനുഗ്രഹം. ആ മക്കളിലൂടെ അവർ വീണ്ടും ജീവിക്കുക എന്നുള്ളൊരു സങ്കല്പം. അപ്പോൾ ആയുസ്സിനെ അനുഗ്രഹമായി കണ്ടിരുന്നൊരു പഴയ നിയമകാലം. പക്ഷേ പുതിയ നിയമത്തിൽ അത് കാണില്ല. പുതിയ നിയമത്തിൽ അങ്ങനെ കാണുന്നില്ല. അതിൻ്റെ അർത്ഥം ആയുസ് അനുഗ്രഹം അല്ലെന്നല്ല ഞാൻ പറയുക. പക്ഷേ പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. ക്രിസ്തുവിൽ ജീവിച്ചു, പിന്നെ എങ്ങനെ മരിക്കണം, ക്രിസ്തുവിൽ മരിക്കണം. അതുകൊണ്ട് തന്നെ അറിയേണ്ട ഏറ്റവും വലിയൊരു അറിവ്, ഈ ആയുസ് ഏത് നിമിഷം വേണേലും അഴിഞ്ഞു പോകാമെന്നുള്ളൊരു അറിവുണ്ടാകണം. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ ഈ അറിവ് നമ്മളെ വല്ലാതെ വിനയാന്യതരാക്കും. അതെപ്പോഴാണ് സംഭവിക്കുകയെന്ന് ആർക്കും അറിയില്ല. ആരും ചിന്തിക്കുന്ന പോലെ ആരും ചിരഞ്ജീവികളെ പോലെ ദീർഘകാലം ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. അങ്ങനെ ജീവിച്ചിരുന്നാൽ തന്നെ ഒരു സന്തോഷകരമാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ വിനയപ്പെട്ട് പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. കൂടാരത്തിലാണ് ജീവിക്കുന്നുള്ള അറിവ് നമുക്ക് എന്ത് തരും? അത് നമ്മളെ വിനയാന്യതരാക്കും. പിന്നെ മറ്റൊരു കാര്യങ്ങളുണ്ട്, അത് കൂടാരവാസികളാകും നമുക്ക്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് കുറച്ചുകൂടെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആർദ്രതയോടെയൊക്കെ ഇടപെടാൻ കഴിയും. അവരുടെ തെറ്റുകളൊക്കെ കുറച്ചുകൂടെ ഒന്ന് പൊറുക്കാൻ കഴിയും. അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ തെറ്റുകളും മിസ്റ്റേക്കുകളും ഒക്കെ വരുമ്പോൾ ഒന്നുകൂടെ ക്ഷമിച്ചവരെ ചേർത്ത് പിടിക്കാൻ കഴിയും. അതുകൊണ്ട് എന്തറിയണം? നമ്മൾ കൂടാരത്തിലാണെന്നറിയണം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു രാജ്യമില്ല. നാം ഈ ലോകത്തിൻ്റെ പൗരന്മാരല്ല. ഈ അറിവ് നമ്മുടെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമല്ല. ഈ കൂടാരത്തിൽ നാം പാർക്കുന്നിടത്തോളം കാലം. അപ്പോൾ ഇത് അഴിഞ്ഞു പോകുന്ന ഏത് നിമിഷം വേണമെങ്കിലും അഴിഞ്ഞു പോകാം. പക്ഷെ അഴിഞ്ഞു പോയാൽ കൈപ്പിടിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം നമുക്ക് സ്വർഗത്തിലുണ്ട്. അപ്പോൾ സ്വർഗത്തിലുള്ളത് കെട്ടിടവും ഭൂമിയിലുള്ളത് നാം പാർക്കുന്നതും നമ്മളെ കൊണ്ടു നടക്കുന്ന ഈ ഭൗതിക ശരീരവും നമ്മൾ പാർക്കുന്ന വീടും എല്ലാം ടെൻ്റാണ്. ഏത് നിമിഷവും ആ ടെൻറ്റിൽ നാം വിട്ടു പോകണം. ഒരു വീട് നാം പണിയുമ്പോൾ ആ വീടിൻ്റെ മാക്സിമം ആയുസ് 40 വർഷമാണ്. 40 വർഷമേ ഉള്ളൂ. ഇപ്പോൾ പണിയുന്ന എല്ലാ കെട്ടിടങ്ങളും, ബഹുനില കെട്ടിടങ്ങൾക്കും എല്ലാം ആയുസ് 40 വർഷമാണ്. 40 വർഷം കഴിയുമ്പോൾ അതിനെ ഡ്രിപ്പ് ചെയ്യാൻ തുടങ്ങും, സിമെൻ്റെല്ലാം അടന്നു വീഴാൻ തുടങ്ങും, കമ്പിയുടെ ബലം ക്ഷയിക്കാൻ തുടങ്ങും. അല്ലാതെ 100 വർഷത്തെ വീടൊന്നും ഇല്ലിപ്പം. ആ കൺസെപ്റ്റിലല്ല വീട് പണിയുക. വെറും ഒരു 40 വർഷത്തേക്കിനൊക്കെ ഉള്ള ഒരു വീടിന് വേണ്ടിയാണ് മനുഷ്യൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നത്. മനുഷ്യൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ 40-50 വർഷം മോർഗേജ് അടയ്ക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ലോൺ അടച്ചു തീർക്കാൻ ഭാരപ്പെടുന്നത്, കഠിനാധ്വാനം ചെയ്യുന്നത് എന്തിന്? ഒരു കൊച്ചു ആയുസിലെ കൊച്ചു സമയത്തൊക്കെ താമസിക്കാനുള്ളൊരു വീടിന് വേണ്ടി. പക്ഷേ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് അവിടെ ഒരു വീടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ആ വീടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നവർ ഇവിടെ ഒരു കാര്യം ചെയ്യും, അവരിവിടെ കൂടാരത്തിലാണെന്നുള്ള അറിവ് ജീവിക്കും. എന്നിട്ട് ആ വീടിന് വേണ്ടി ഇവിടുന്ന് നിക്ഷേപിക്കാനായിട്ടുള്ള ഒരു അവസരങ്ങളെ ഉണ്ടാക്കും. അപ്പോൾ അത് നമ്മളെ വിനയാന്യതരാക്കും. മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് അറിയണം എന്ത് കൂടാരമായി ഈ ഭവനം അഴിഞ്ഞു പോകുമെന്നറിയണം. അഴിഞ്ഞു പോയാൽ കൈപ്പിടിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം നമുക്ക് സ്വർഗത്തിലുണ്ട് എന്നറിയണം. അതുകൊണ്ട് നാം അടുത്തൊരു അറിവിലേക്ക് അത് നമ്മളെ കൊണ്ടുപോകും. 6-ാമത്തെ വാക്യം, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയണം. നാം ഇവിടെ പരദേശികളാണെന്നറിയണം. അടുത്ത പ്രധാനപ്പെട്ട ഒരു അറിവ് പരദേശികളാണെന്നറിയണം. എന്താണ് പരദേശികൾ? ഗൾഫ് മലയാളികളൊക്കെ പരദേശികളാണ്. എന്നാൽ അമേരിക്കൻ മലയാളികൾ കുറച്ചുകൂടെ അവിടെ തന്നെ സെറ്റിലാകുന്നത് കൊണ്ട് അവരവിടെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുക. പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ അവിടെയുള്ളവർ അവിടെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് നാട്ടിലേക്ക് വലിയ കൂറ്റം വീടുകളും മണിമാലകളൊക്കെ ഇവിടെ പണിതിട്ടുണ്ട്. എന്നാൽ പുതുതലമുറ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ ഉള്ളവരങ്ങനെ പൈസ ഇവിടേക്ക് അത്യാവശ്യം ഒരു വീടോ വല്ല അപ്പനും അമ്മയ്ക്കും വേണ്ടിയൊക്കെ പണിത് ഒഴിച്ചാൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നാട്ടിലേക്ക് ഇഷ്ടപ്പെടുകയില്ല. കാരണം എന്താണെന്ന് അവർക്കറിയാം, മക്കളാരും ഇങ്ങോട്ട് വരാൻ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അവരവിടെ സ്ഥിരമായിട്ട് താമസിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടും സിറ്റിസൺഷിപ്പ് കിട്ടുന്നത് കൊണ്ടും അവരവിടെ കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആകും. പക്ഷേ ഗൾഫ് മലയാളികൾ അങ്ങനെയല്ല. അവരേറ്റവും ചുരുങ്ങി ജീവിച്ചിട്ട് മാക്സിമം നാട്ടിലോട്ട് കയറ്റി വിടും. ഇപ്പോൾ ചിലപ്പോൾ നല്ല എക്സ്ചേഞ്ച് റേറ്റൊക്കെ വരുമ്പോൾ ലോണൊക്കെ എടുത്തും കടം മേടിച്ചുമൊക്കെ നാട്ടിലോട്ട് പൈസ അയക്കും. എന്തിനാ അയക്കുന്നത്?
ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം അവർക്കറിയാം കുറച്ചാൾ കഴിയുമ്പോൾ അവർക്ക് മടങ്ങി വന്നേ ഒക്കത്തുള്ളൂ. മടങ്ങി വന്ന് കഴിയുമ്പോൾ ഇവിടെ നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇരുന്നുകൊണ്ട് നാമും ചെയ്യേണ്ടത്. നമുക്ക് ഇവിടം വിട്ട് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു സെറ്റപ്പ് വേണ്ടേ? ആ സെറ്റപ്പ് നമ്മൾ ഇവിടുന്ന് കൊണ്ട് അധ്വാനിക്കുകയാണ്, അവിടുന്ന് കൊണ്ട് നിക്ഷേപിക്കുകയാണ്. മത്തായി സുവിശേഷത്തിൽ പറയുന്നു, നിങ്ങളുടെ നിക്ഷേപം എവിടെ ഇരിക്കണം? പുഴുവും തെരുമ്പും കെടുത്താത്തതും കള്ളന്മാത്തൊന്നും മോഷ്ടിക്കാത്തതുമായ സ്വർഗത്തിൽ ഇരിക്കണം. സ്വർഗത്തിലേക്കുള്ള നിക്ഷേപത്തിൻ്റെ യാത്രയായിരിക്കും. ആ ഒരു ചിന്തയും നമ്മൾ ജീവിക്കണം നിത്യയോട്. അതുകൊണ്ട് പരദേശികളാണെന്നറിയണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട അറിവ് 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ്. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. മൂന്നാമത്തെ ഏറ്റവും വലിയ അറിവ്, ഞാൻ കൂടാരത്തിയിരിക്കുന്നത് കൊണ്ട് അതെന്നെ ഭയപ്പെടുത്തണം. ആരെ? കർത്താവിനെ ഭയപ്പെടണം. കർത്താവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായി മാറണം. പ്രിയമുള്ളവരെ, കർത്താവിനെ ഭയവും ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും വേണ്ടേ? ഇന്ന് മനുഷ്യ ഭയമില്ലാത്ത, ദൈവ ഭയമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നാം മാറുകയാണ്. അപ്പം കർത്താവിനെ ഭയപ്പെടണം. അപ്പം ഒന്നാമത്തെ അറിവ്, യേശുക്രിസ്തുവിനെ അറിയണം. യേശുക്രിസ്തുവിനെ അറിയുന്നവൻ ഒരു കാര്യം അറിയും, ഇവിടെ എനിക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ല, ഇവിടെ ഞാൻ കൂടാരത്തിലാണെന്നുള്ള അറിയും. കൂടാരത്തിലിരിക്കുന്ന എനിക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന നിത്യമായൊരു സ്വർഗമുണ്ടെന്നറിയണം. 2, പരദേശികളാണെന്നറിയണം. മൂന്നാമത്തെ അറിവ്, കർത്താവിനെ ഭയപ്പെടണമെന്നറിയണം. കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നുവെന്ന് നാം കാണുകയാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു അറിവുണ്ട്. അപ്പോൾ കൂടാരത്തിരിക്കുന്ന അറിയപ്പെടുന്നവരെന്ത് ചെയ്യും? അവർ ഏറെ വിനയാനിതരായിട്ട് ജീവിക്കും. മറ്റൊരു മനുഷ്യരെ കാണുമ്പോൾ നീയും കൂടാരത്തിലാണ് ഞാനും കൂടാരത്തിലാണെന്നുള്ള ബോധ്യത്തിൽ പിണക്കുകളും വഴക്കുകളും ഒക്കെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കും. രണ്ടുപേരും കൂടാരത്തിലാണെങ്കിൽ ഇവിടെ ആരോട് വഴക്ക്, ആരോട് പിണക്ക്, എന്തിന് കേസ്? സിവിൽ കേസുകളൊക്കെ കൊടുത്താൽ എത്ര നാൾ നീളും? ഈ കേസുകളൊക്കെ എന്ന് അവസാനിക്കും? അവസാനിച്ച് കഴിഞ്ഞ് വിധി പറയുമ്പോൾ അത് സ്വീകരിക്കാൻ ഇവിടെ മനുഷ്യർ കാണുമോ? ഈ മനുഷ്യരൊക്കെ കാണുമോ ഇവിടെ വിധി പറയുന്നത് സ്വീകരിക്കാൻ? എന്തുമാത്രം വാശിയോടെയും എന്തുമാത്രം വൈരാഗ്യത്തോടെയും എന്തുമാത്രവും തീഷ്ണതയോടെയൊക്കെ ഓരോരുത്തർ കേസും വഴക്കും ഒക്കെ നയിക്കുക. അതിനു വേണ്ടി കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് നിർത്താൻ ഒരു മടിയും ഇല്ലാത്ത മനുഷ്യർ, ക്രൈസ്തവ വിശ്വാസികളെന്ന് പറയുമ്പോൾ പോലും കേസിൻ്റെയൊക്കെ പുറകെ പോയിട്ട് കള്ളസാക്ഷികളെ അണിനിരത്തി ജയിക്കുമെന്നുള്ള താല്പര്യം. പക്ഷേ സഹോദരൻ, ആർക്കെങ്കിലും ഉറപ്പുണ്ടോ ഈ കേസ് കഴിയുമ്പോൾ ആ വിധി വരുന്ന ദിവസത്തിൽ അത് കാണാൻ നിങ്ങൾ കാണുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കത് ഉറപ്പുണ്ടോ? ആ വിധിയുടെ ദിവസം സ്വീകരിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഈ ഭൂമിയുടെ മുഖത്ത് കാണുമെന്ന് ഉറപ്പില്ല ഉണ്ടെങ്കിൽ എന്തിന് വഴക്ക്, എന്തിന് കേസ്? വേദപുസ്തകം പഠിപ്പിക്കുന്നു, വഴക്കുകളുടെ ലോകത്തുനിന്ന് മാറി നടക്കണം. എബ്രായ ലേഖനം നമ്മളെ വളരെ ഗൗരവമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന് 34-ാമത്തെ വാക്യമാണ്. സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ സമ്പത്തുണ്ടെന്നറിയണം. ഉത്തമ സമ്പത്തുണ്ട് എന്ന് അറിഞ്ഞിട്ട് സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ച ഒരു സമൂഹത്തെ കാണുന്നുണ്ട്. അപ്പോൾ ഉത്തമ സമ്പത്തുണ്ടെന്നറിയണം. എവിടെ? സ്വർഗത്തിലുണ്ട്. അത് നമ്മൾ നിക്ഷേപിക്കുകയാണ്. മത്തായി സുവിശേഷകൻ പറയുന്നു, ഇവിടെ ഇരുന്നു കൊണ്ട് അവിടെയൊക്കെ നിക്ഷേപിക്കാനായിട്ട് കഴിയണം. അതുകൊണ്ട് എന്ത് ചെയ്യും? സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിക്കും. എൻ്റെ പൊന്നുപ്രിയപ്പെട്ടവരെ, എത്രയോ എളിയ ദൈവദാസന്മാരെ, സഹോദരങ്ങളെ എനിക്കറിയാം. വിശ്വാസത്തിൽ വന്നതിൻ്റെ ഏക കാരണത്താൽ പിതൃസ്വത്ത് നിഷേധിക്കപ്പെട്ടവർ, ന്യായമായ അവകാശങ്ങളിൽ നിന്ന് അവരെ പറിച്ചു വിട്ടവർ, ജോലിയിൽ നിന്ന് നിർബന്ധമായി വിരമിക്കേണ്ടി വന്നവർ, പക്ഷെ അവർക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എന്താ കാര്യം? നമുക്കൊരു സമ്പത്തുണ്ടെന്നറിയുന്നു. എവിടെ? ഉയരത്തിൽ. ആ സമ്പത്ത് ഉത്തമമായ സമ്പത്താണ്. മാത്രമല്ല, അതുകൊണ്ട് സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിക്കും. കേസുകളും വഴക്കുകളുടെ ലോകത്തു നിന്നൊക്കെ പതുക്കെ ഇങ്ങനെ മാറി നടക്കുകയാണ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും പിണക്കുകളുടെയൊക്കെ ലോകത്തൂടെ പോകുമ്പോൾ ഒരു കാര്യം അറിയണേ, എവിടെയാണ്? കൂടാരത്തിലാണെന്നറിയണം. കൂടാരത്തിലാണെന്നുള്ള വലിയൊരു അറിവ് മനുഷ്യരെ വിനയാന്വിതരാക്കും. മറ്റു മനുഷ്യരെ കുറച്ചുകൂടെയൊക്കെ ചേർത്ത് പിടിക്കാനും അവരോട് കുറച്ചുകൂടെ ആദരവോടെ പെരുമാറാനും നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു അറിവാണ്. അപ്പം കൂടാരത്തിലാണെന്നറിയുക. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട അറിവ്, 1 തെസ്സലോനിക്കർ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. 1 തെസ്സലോനിക്കർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്ത അറിവ്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. എന്താണ് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ച് നിൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരികയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും
കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്ന നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർക്കുമെന്നുള്ള അറിവ്. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. നിദ്രയുടെ മരണമല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ഇത് വിശ്വാസികൾ അറിയേണ്ട അറിവാണ്. ഒരു നിദ്രയാണ്. നിദ്ര കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉണരും. ആ ഉണരുമെന്നുള്ളതിൻ്റെ ഉറപ്പെന്താണ്? കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അത് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യം കാണുന്നു. ആദാമിലെല്ലാവരും മരിക്കും, ക്രിസ്തുവിനെല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ്റെ നിരയിലാണ്. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവരെ വരവെങ്കിൽ. അപ്പോൾ ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എങ്ങനെ എഴുന്നേറ്റു? അത് ആദ്യഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റു. പഴയ നിയമ കർഷകർ കൃഷിക്ക് വേണ്ടി നിലം വിളഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന നേരെ പോയി കൊയ്യുകയല്ല. കൊയ്ത്തിൻ്റെ ആ സമയമാകുമ്പോൾ കർഷകൻ്റെ മനസ്സ് ഭയങ്കര ആദിയാണ്. യാതൊരു കാരണവശാലും കൊയ്ത്ത് പിഴയ്ക്കാൻ പാടില്ല. അതിനുവേണ്ടി അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആദ്യമായിട്ടൊരു കറ്റ കൊയ്യും. ആ കറ്റ കൊണ്ടുവന്ന് നീരാജനയാഗമായി ദേവാലയത്തിൽ അർപ്പിക്കും. അപ്പോൾ അവർ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, ഇനി വരാൻ പോകുന്ന കൊയ്ത്തിലേക്ക് ദൈവാനുഗ്രഹം ഈ കറ്റയിലൂടെ ഒഴുകി വരും. ഒരിക്കലും കൊയ്ത്ത് കഴിഞ്ഞിട്ടല്ല അവർ ആദ്യഫലം. നമ്മളിപ്പോൾ അങ്ങനെയാണ്, എല്ലാം കഴിഞ്ഞിട്ടാണ് ആദ്യഫലം കൊടുക്കുക. പക്ഷെ അവരങ്ങനെയല്ല. കൊയ്ത്തിന് വേണ്ടി നിലം വിളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ദൈവാനുഗ്രഹത്തിന് വേണ്ടി ദേവാലയത്തിൽ ഒരു കറ്റ കൊയ്ത് ആഘോഷമായി കൊണ്ടു അർപ്പിക്കും. ആദ്യഫലക്കറ്റ. ആ കറ്റയെ എന്തിനർപ്പിക്കുക? അത് വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. വരാൻ പോകുന്ന കൊയ്ത്തിലേക്ക് ദൈവാനുഗ്രഹം ഒഴുകി വരുന്നത് ഈ കറ്റയിലൂടെയാണ്. അപ്പോൾ ആ കറ്റ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ഇനി ഒരു കൊയ്ത്ത് വരുന്നുണ്ട്. ഇതുപോലെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. എങ്ങനെ? ആദ്യഫലമായി. തെളിവ് 1 കൊരിന്ത്യർ 15-20 മുതലുള്ള വാക്യങ്ങൾ. അത് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ഇനി ഒരു കൊയ്ത്ത് വരുന്നുണ്ട്. ഏത്? ഉയർപ്പിൻ്റെ ഒരു കൊയ്ത്ത്. ആ കൊയ്ത്ത് നിരനിരതയായിട്ട് നടക്കും. ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു കൊയ്ത്തുണ്ട്. അതാണ് കർത്താവിൻ്റെ വരവിന്ന കൊയ്ത്ത്. ആ കൊയ്ത്തിൽ ആര് സംഭവിക്കും? നിദ്ര കൊള്ളുന്നവർ ഉണരും. അവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. ആര്? യേശു മുഖാന്തരം യേശുവിൽ മരിച്ചവരെ അവനോടുകൂടെ വരുത്തും. ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. ഇന്ന് തന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ അറിവ് നമുക്കുണ്ടോ? മനുഷ്യൻ കേവലം മാംസപിണ്ഡമല്ലെന്നോ, അവൻ ആറടി മണ്ണിൽ നിറി ഒഴുകേണ്ട ഒരു മാംസപിണ്ഡം മാത്രമല്ലെന്നോ ഉള്ള വലിയൊരു അറിവുണ്ടാകണം. ഇതാണ് ഏറ്റവും വലിയൊരു അറിവ്. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവ്. കൂടാരത്തിലാണെന്നുള്ള അറിവ്, പരദേശികളാണെന്നുള്ള അറിവ്, ദൈവത്തെ ഭയപ്പെടണം എന്നുള്ള അറിവ്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ചുള്ള അറിവ്. ഉണ്ടോ ഈ അറിവ്? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി അറിയണം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർക്കുന്ന ഒരു ദിവസമുണ്ടെന്നുള്ള അറിവ്. ഇനിയും പ്രിയമുള്ളവരെ, ഈ അറിവ്, ഈ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവുണ്ടാകുമ്പോൾ ആ അറിവിൽ നാം എത്തപ്പെടാൻ നമുക്ക് വേണ്ടി ആ കർത്താവായ യേശു ക്രിസ്തു പാപങ്ങളെ നീക്കുവാൻ യേശു ക്രിസ്തു. ഈ മരണത്തിൻ്റെയൊക്കെ കാര്യം എന്താ? എന്തുകൊണ്ടാണ് ഈ കൂടാരത്തിൽ പാർക്കുന്നവർ മരണത്തെ ഭയപ്പെടുക? കാരണം പാപത്തിൻ്റെ ശമ്പളം മരണം. ഏകന്റെ ലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനത്തിൽ 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. യേശുക്രിസ്തു എന്തിനാ പ്രത്യക്ഷനായത്? പാപങ്ങളെ നീക്കുവാൻ യേശുക്രിസ്തു പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. ഇന്നറിയണം. യേശുക്രിസ്തു ജഡാവതാരം എടുത്തു. തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ പിതാവാം ദൈവത്തിന് പ്രസാദം തോന്നി. എന്തിന്? പാപങ്ങളെ നീക്കുവാൻ. എന്നെ ശ്രദ്ധിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പ്രത്യക്ഷനായി. എന്തിന്? പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. എന്നിട്ട് അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചു. പക്ഷേ ഒരിക്കലായിട്ട് യേശുക്രിസ്തു മരിച്ചു. അവിടുത്തെ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റി. ആ രക്തത്തെക്കുറിച്ച് 1 പത്രോസ്, അത് നാം അറിയണം. 1 പത്രോസിൻ്റെ ലേഖനം 1-ാമത് അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനം. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ അറിയേണ്ട പരമപ്രധാനമായ ചില അറിവുകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്, ആഗ്രഹിക്കുകയാണ്. 1 പത്രോസിൻ്റെ ലേഖനം 1-ാമത് അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനം. ക്രിസ്തുവെന്ന 18 തത്വവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. ഇന്ന് രാത്രി അറിയണം, നമ്മളെ വീണ്ടെടുത്ത ഒരു രക്തമുണ്ട്. ആ രക്തം വിലയേറിയ രക്തമാണ്, വിലമതിക്കാനാവാത്ത രക്തം. സൗമൽമേന എന്ന ക്രൈസ്തവ കഥാകാരൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു പഴയകാല കഥയുണ്ട്. വിൽക്കാനുണ്ട് വിലയേറിയ രക്തം. അഭിനവ സുവിശേഷകന്
തനൊക്കെ എല്ലാ വർഷം പോകുന്ന വിദേശ പര്യടനത്തിന് വേണ്ടി ഈശ്വരൻ്റെ ആ കഷ്ടാനുഭവത്തിൻ്റെ ആ നാളുകളിൽ കടന്നു പോവുകയാണ്. കഷ്ടാനുഭവത്തിൻ്റെ ആ നാളുകളിൽ കടന്നു പോകുമ്പോൾ താനൊരു ചിത്രകാരനെ സമീപിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ പ്രാവശ്യത്തെ എൻ്റെ ട്രിപ്പ് അടിപൊളിയാക്കണം, ഭയങ്കര സാമ്പത്തിക നേട്ടം നേടണം, അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന അതീവ ആ ഒരു ദൃശ്യ ആവിഷ്കാരത്തിന് ക്രൂശീകരണം ചെയ്തു തരണം. ആ ക്രൂശിനെ ഇങ്ങനെ അടിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുമെല്ലാം രക്തപങ്കിലമായിരിക്കണം. അത് കാണുന്നവൻ്റെ മനസ്സിങ്ങനെ വല്ലാതെ ധൈര്യപ്പെടണം. ചിത്രകാരനെല്ലാം ഏറ്റു അയാളെ പറഞ്ഞേൽപ്പിച്ചു. പറയപ്പെട്ട ദിവസം ചിത്രം കാണാൻ ആകാംക്ഷയോടെ ഈ ദൈവദാസൻ എന്ന് പറയപ്പെട്ട ആൾ ചെല്ലുമ്പോൾ കാണുന്നത് ഭയങ്കര ഒരു ചിത്രം ക്യാൻവാസിൽ ഇങ്ങനെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഹൃദയസ്പർശിയായ ചിത്രം. ചിത്രകാരന് ഇദ്ദേഹത്തിന് സന്തോഷമായി. കാരണം എൻ്റെ ഈ പ്രാവശ്യത്തെ ട്രിപ്പ് ഏറ്റവും അനുഗ്രഹമായിരിക്കും. ഇത് കാണുമ്പോൾ ഇത് കാണിച്ച് പ്രസംഗിക്കും, മനുഷ്യൻ്റെ ഹൃദയങ്ങളിലേക്ക് അത് സ്വാധീനിക്കും. പക്ഷെ ചിത്രകാരൻ എന്ത് ചെയ്യേ, അയാളെ ഒന്ന് വാനോളം പുകഴ്ത്താൻ അഭിനന്ദിക്കുവാനുള്ള ആർത്തിയോടെ ഈ മനുഷ്യൻ ചെല്ലുമ്പോൾ കണ്ടത് ചിത്രകാരൻ മേശപ്പുറത്ത് തളർന്നു കിടക്കുകയാണ്. അവിടെ ഒരു കുറിപ്പുണ്ട്, തളർന്നു കിടക്കുകയാണ്, കൈത്തണ്ടയിൽ നിന്ന് രക്തം ഒഴുകി കട്ട പിടിച്ച് കിടക്കുകയാണ്. അയാളവിടെ ഒരു കുറിപ്പ് വെച്ചിട്ടുണ്ട്, ഒത്തിരി ചായക്കൂട്ടുകൾക്ക് ഞാൻ നോക്കി ഇതിനൊരു നിറം പിടിപ്പിക്കാൻ, പക്ഷെ അവസാനം എനിക്ക് മനസ്സിലായി ഇതിന് നിറം പിടിപ്പിക്കുവാൻ ലോകത്തിലെ ഒരു കൂട്ടുകൾക്കും കഴിയത്തില്ല. രക്തം ഇങ്ങനെ മുറിച്ചിട്ട് അതിനകത്ത് മുക്കി ചായം വെച്ചെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഇത് വിലയേറിയ രക്തമാണ്, പകരം വയ്ക്കാനില്ലാത്ത രക്തം, വിലമതിക്കാനാവാത്ത രക്തം. അറിയണം നമ്മളെ വീണ്ടെടുത്തത് വെള്ളി പൊന്നെ മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ ക്രിസ്തു എങ്ങനെയാണ് ഈ മരണത്തിൽ നമ്മളെ വീണ്ടെടുത്തത്, അവിടുന്ന് എങ്ങനെയാണ് പാപങ്ങളെ നീക്കുവാൻ വേണ്ടി പ്രത്യക്ഷനായവൻ, എങ്ങനെ പാപപരിഹാരം വരുത്തി തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ രക്ഷിക്കുന്നു. നോക്കൂ പ്രിയരെ, അതിനുവേണ്ടി നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവിടുന്ന് ചൊരിഞ്ഞ രക്തം വിലയേറിയ രക്തം. അറിയണം ആ രക്തത്തിൻ്റെ ശക്തി. പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട്. ആ രക്തം കൊണ്ടാണ് അവിടെ നമ്മളെ വീണ്ടെടുത്തു എന്നുള്ള അറിവ് ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങൾ ഉണ്ടാകട്ടെ. വീണ്ടെടുത്തിരിക്കുന്നത് വിലയേറിയ രക്തം കൊണ്ടാണ്. വീണ്ടെടുത്തിരിക്കുന്നത് വിലയേറിയ രക്തം കൊണ്ടാണ്. പാപങ്ങളെ നീക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനായി എന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട്. ഇനിയും ഈ അറിവ് നാം അറിയിക്കേണ്ട അറിവുകളുണ്ട് പ്രിയരെ. നമുക്ക് വേണ്ടി ഒരു ഉത്തമ സമ്പത്ത് ഉണ്ട് എന്ന് നാം അറിയുകയും ആ അറിവിന് വെളിച്ചത്തിൽ നാം ജീവിക്കുകയും ചെയ്യണം. ഇനിയും നമ്മളെക്കുറിച്ച് നാം അറിയേണ്ട ഒത്തിരി അറിവുകളുണ്ട്. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ അറിയേണ്ട അറിവുകളുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇന്ന് രാത്രി നമ്മുടെ തീം അറിയുക എന്നുള്ളൊരു വിഷയമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന് 4-ാമത് അധ്യായം. പല അറിവുകളെ നാം പതുക്കെ ചിന്തിച്ചു പോകാം. 4-ാമത് അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ഇത് മറ്റുള്ളവർ അറിയേണ്ട അറിവാണ്. എന്താണ് അവരറിയേണ്ടത്? നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയണം. അത് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള അറിവാണ്. ഉണ്ടാകേണ്ട അറിവ് സൗമ്യതയാണ്. അതെല്ലാവരും അറിയണം. ക്രിസ്തുവിനെ അറിഞ്ഞവൻ്റെ, കൂടാരത്തിലാണെന്നുള്ള അറിഞ്ഞവൻ്റെ സൗമ്യത എല്ലാവരും അറിയാത്തക്കവണ്ണം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. എവിടെയൊക്കെയോ ബഹളങ്ങളുടെയും വാശികളുടെയും വൈരാഗ്യങ്ങളുടെയും ഒച്ചകളുടെയും ഉയർച്ചകളുടെയും ഒക്കെ ലോകത്തോട് ഈ കോവിഡൊക്കെ വന്നിട്ട് പോലും എവിടെയും ആർക്കും വിനയപ്പെടാതും ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരെ കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നു, നമ്മുടെ സൗമ്യത എല്ലാ മനുഷ്യരും അറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അറിയണം നമ്മുടെ സൗമ്യത എല്ലാ മനുഷ്യരും അറിയണം. കുടുംബത്തിലത് അറിയണം. തെളിവ് പത്രോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഭാര്യമാരോടൊക്കെ പറയുന്നുണ്ട്. എന്താ പറയുക? ഭാര്യമാരോട് പ്രത്യേകമായിട്ട്, ഭാര്യയും ഭർത്താവും എല്ലാം അറിയുമ്പോൾ ഭാര്യമാരോട് പറയുന്നു, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർ കീഴങ്ങിരിപ്പീൻ, അവർ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ട് അറിഞ്ഞ് അപ്പം മറ്റുള്ളവരറിയണം. വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വിലയേറിയ വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. ക്രിസ്തു എന്ന നിർമ്മലവും നിർദോഷമായ നിങ്ങളുടെ അലങ്കാരം ഇതൊന്നുമല്ല. പിന്നെന്താണ്? വളരെ വിനയത്തോടു കൂടിയ ജീവിതം. ഇങ്ങനെയല്ലോ വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ചത്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മുടെ നടപ്പ് മറ്റുള്ളവരറിയണം. നമ്മുടെ സൗമ്യത
മറ്റുള്ളവരറിയണം. ഇനി നാം അറിയേണ്ട പല അറിവുകളുണ്ട്. ഒന്ന്, കൂടാരത്തിലാണെന്നറിയുക. 2, പരദേശികളാണെന്നറിയുക. 3, കർത്താവിനെ ഭയപ്പെടുമെന്നറിയുക. 4, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിയുക. 5, പ്രധാനമായൊരറിവ്, ഏകസത്യ ദൈവമായ കർത്താവിനെയും കർത്താവ് അയച്ചിരിക്കുന്ന ആ പുത്രനെയും അറിയുക. ഇനിയും നാം കാണുന്നു നമ്മുടെ സൗമ്യത എല്ലാവരും അറിയണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്ന വാക്കുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കുന്നു. എന്നാൽ തിമത്യോസിനെ കുറിച്ച് പറയുന്നു, അവനോ മകൻ അപ്പൻ ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത അറിയണം. ആരെ അറിയണം? കർത്താവിനെ അറിഞ്ഞവർ അറിയണം, സുവിശേഷകരെ അറിയണം, അവിടെ കഷ്ടപ്പാട് അറിയണം. നോക്കൂ, ഈ കാലഘട്ടങ്ങളിലൊക്കെ ചർച്ചകളൊക്കെ അടഞ്ഞു കിടക്കുന്നു. അപ്പോൾ തന്നെ നാം അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു അറിവുണ്ട്. സുവിശേഷകരായ പ്രിയപ്പെട്ടവരെയും അവരുടെ കഷ്ടപ്പാടുകളെയും കുറിച്ച് അറിയാനുള്ള ഒരു മനസ്സ് വേണം. പലരും അത് തിരക്കാറോ അന്വേഷിക്കാറില്ല. എന്നാൽ ചെറിയ എളിയ ജനമൊക്കെ അത് അന്വേഷിക്കുകയും തിരക്കുകയും ചെയ്യുന്നുണ്ട്. അവരെ അറിയണം. ആരെ? സുവിശേഷകരെ അറിയണം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നാം കാണുന്നു, അതിൻ്റെ 12 മുതൽ വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിയണം. അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പോൾ അറിയണം പ്രിയരെ. ആരെ അറിയണം? വേല ചെയ്യുന്നവരെ അറിയണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അറിയണം. അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവൻ്റെ സുവിശേഷ ഘോഷണത്തിൽ അവരുടെ സിദ്ധത നിങ്ങൾ അറിയണം. 2, കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ അറിയണം. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അറിഞ്ഞവർ അവരുടെ സൗമ്യത എല്ലാവരും അറിയണം. 1, 2, അവരുടെ സൗമ്യത മാത്രം അറിഞ്ഞാൽ പോരാ. ഭാര്യമാരെ, നിങ്ങളുടെ നല്ല നടപ്പ് നിങ്ങളുടെ ഭർത്താക്കന്മാരറിയണം. പ്രിയരെ, നമ്മൾ നമ്മുടെ സുവിശേഷകരെ അറിയണം. പ്രിയരെ, നമ്മുടെ ഇടയിൽ വേല ചെയ്യുന്ന നമ്മുടെ കർത്തൃദാസന്മാരെ അറിയണം. എത്ര പേര് ഈ ദിവസങ്ങളിൽ ഹൃദയംഗമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരെയൊക്കെ ഒന്ന് അറിയണമെന്ന്. അവിടെ കഷ്ടപ്പാടും ദുരിതങ്ങളും വേദനകളും സ്വകാര്യ നൊമ്പരങ്ങളും ഒക്കെ ഒന്ന് അറിയണമെന്ന് അവരെല്ലാവരെയും അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞു വന്ന് കാണണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കഷ്ടതകളും അവരുടെ വേദനകളും അവരുടെ ഭാരങ്ങളും അതറിയുവാൻ നാം ആരെങ്കിലും മനസ്സ് വെക്കാറുണ്ടോ? വേദപുസ്തകം പഠിപ്പിക്കുന്നു, അവങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുകയാണ്. ഇനി നാം അറിയേണ്ട പ്രധാനപ്പെട്ട ചില അറിവുകളിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നാം അറിയണം, നാം എന്തിനു വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അറിയണം. നാം നിയമിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണെന്ന് അറിയണം. 1, കഷ്ടത അറിയാൻ വേണ്ടി, കഷ്ടം അനുഭവിക്കാൻ വേണ്ടി. ഇന്നിപ്പോൾ ഒരു പരിധി വരെ മാക്സിമൈസേഷൻ ഓഫ് പ്ലഷർ ആൻഡ് മിനിമൈസേഷൻ ഓഫ് പെയിൻ അതാണ് ഇന്നത്തെ ഒരു ഫിലോസഫി. എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാ വേദനകളും ഒഴിവാക്കുക. അതുകൊണ്ടാണ് മനുഷ്യനെ ഈ കിഡ്നിയൊക്കെ പോകുമെന്ന് അറിഞ്ഞിട്ടും വേദനാസംഹാരികൾ ധാരാളം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അറിയണം പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നാം കഷ്ടം അനുഭവിക്കാൻ നിയമിക്കപ്പെട്ടവരാണെന്നറിയണം. കഷ്ടം അനുഭവിക്കപ്പെടാൻ നിയമിക്കപ്പെട്ടവരാണെന്നറിയണം. എല്ലാ കഷ്ടങ്ങളെയും എങ്ങനെയൊക്കെ ഒഴിവാക്കാം, അതിനുവേണ്ടി എന്തെല്ലാം ദൈവത്തെ കൂട്ടുപിടിക്കാം. ഇതല്ലേ പൊതുവെ മനുഷ്യൻ്റെ ചിന്ത. ദൈവത്തെ പോലും മനുഷ്യൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അവൻ്റെ കഷ്ടതകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി, അവൻ്റെ വേദനകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി, അവന് സുഖസമർത്ഥമായൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി മാത്രം ദൈവത്തെയും ദൈവവചനത്തെയും കൂട്ടുപിടിക്കുന്നവരെ, അതിനുവേണ്ടി മാത്രമുള്ള വചനങ്ങൾ, ചിന്തകൾ മാത്രം എടുത്തിട്ട് വാഗ്ദത്തങ്ങളായി സ്വീകരിച്ച് വിളിച്ചു പറഞ്ഞ് ക്ലെയിം ചെയ്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ തെറ്റാണെന്നല്ല ഞാൻ പറയുക. ഒരു നാണയത്തിന് 2 വശമുണ്ട്. പക്ഷേ ഇവിടെ ഈ കാര്യം മറന്നു പോകരുത്. കഷ്ടം അനുഭവിക്കാൻ വേണ്ടി കൂടെ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നുണ്ടോ? കഷ്ടം അനുഭവിക്കാൻ വേണ്ടി കൂടെ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രി വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. കർത്താവിൻ്റെ നാൾ, ദ ഡേ ഓഫ് ദ ലോർഡ് ഈസ് കമ്മിങ്. ദൈവത്തിൻ്റെ നാൾ വരുന്നു എന്ന് നമ്മൾ അറിയുന്നില്ലയോ? നമ്മൾ അറിയണം.
ദൈവത്തിൻ്റെ നാൾ വരാൻ സമയമായെന്നറിയണം. കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നാം അറിയണം പ്രിയരെ. അതറിയാതെ പോകരുതേ. നമുക്കിങ്ങനെ നമ്മുടെ മുമ്പിൽ ഈ കാലങ്ങളെല്ലാം വരുമ്പോൾ, കോവിഡിൻ്റെ കാലഘട്ടം, മഹാമാരിയുടെ കാലഘട്ടം, രാഷ്ട്രീയമായ ആ മാറ്റങ്ങൾ, ആഗോളതലത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിഭാസങ്ങളും, ഇതെല്ലാം കാണുമ്പോൾ നാം അറിയണം, കാലങ്ങളെക്കുറിച്ച് അറിയണം. എന്താണ് ഇതെല്ലാം വിളിച്ചു പറയുന്നത്? നമ്മുടെ കർത്താവ് വരാൻ സമയമായെന്ന് ആ അറിവ് നമുക്കുണ്ടാകണം പ്രിയരെ. ഇന്ന് രാത്രി അറിയണം, അറിയേണ്ടതെല്ലാം അറിയണം. യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. കൂടാരത്തിലാണെന്നറിയുക. അതുകൊണ്ട് വിനയപ്പെടുക. ഏത് നിമിഷം ഈ കൂടാരം അഴിഞ്ഞു പോകുമെന്നറിയുക. ഇന്ന് കൂടാരം അഴിയാതിരിക്കാൻ വേണ്ടി കോവിഡിൻ്റെ കാലഘട്ടമായതുകൊണ്ട് അതിനുള്ള പ്രത്യേക മറ്റേ പെപ്സിയും എല്ലാം കഴിച്ചുകൊണ്ടിരുന്ന, ശീതളപാനീയങ്ങൾ മാത്രം കുടിച്ചുകൊണ്ടിരുന്ന, തണുത്ത വെള്ളം മാത്രം കുടിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നവരെല്ലാം അതിനോട് ടാറ്റ പറഞ്ഞില്ലേ? എന്നിട്ട് അവരെല്ലാം കൂടുതലും ചൂടുവെള്ളം മാത്രം കുടിക്കാൻ തുടങ്ങിയില്ലേ? എന്തിനാ? ഈ കൂടാരം അഴിഞ്ഞു പോകാതിരിക്കാൻ. ഇഷ്ടം പോലെ നാരങ്ങായും വൈറ്റമിൻ സിയും ഒക്കെ ചേർന്ന് ഭക്ഷണങ്ങൾ കഴിക്കുന്നു. രാവിലെ വെയിൽ കൊള്ളുന്നു. എന്തിനു വേണ്ടി? കൂടാരം അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. കൂടെ എവിടെയെങ്കിലും ഒരു കോണ്ടാക്ട്സ് ഉണ്ടായാൽ പുറത്തുനിന്ന് വരുമ്പോഴേ കുളിക്കാൻ അല്ലെങ്കിലും പുറത്തെ ഡ്രസ്സെല്ലാം ഊരിയിട്ടിട്ട് കുളിച്ചിട്ട് പെരയ്ക്കകത്ത് കയറുന്നു. എന്തിന്? കൂടാരം അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നാം എന്ത് ചെയ്യുന്നു? ഇഷ്ടം പോലെ ആവി പിടിക്കുന്നു. എന്നും ആവി പിടിക്കുന്നു. എന്തിന്? കൂടാരം അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഇതെല്ലാം ചെയ്താലും കോവിഡ് അല്ലെങ്കിൽ മറ്റൊരു കാലഘട്ടത്തിലൂടെ നമ്മുടെ കൂടാരം അഴിഞ്ഞു പോകണം. പക്ഷേ അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒരു ഭവനം നമുക്ക് വേണ്ടി ഉണ്ടോ? ഉറപ്പുവരുത്തണേ. സ്വർഗത്തിൽ എനിക്ക് ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോകുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. പൊന്നു പ്രിയരെ, ഏറ്റവും വലിയൊരു അറിവ് എന്താണ്? ഈ അറിവുകളിലൂടെ നമുക്കൊന്ന് പോകാം. ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട് നാം അറിയേണ്ട അറിവുകൾ. എല്ലാം പറയാൻ നമുക്ക് സമയമില്ലല്ലോ. നാം അറിയിക്കണം, സുവിശേഷം അറിയിക്കണം. വേദവസം നമ്മളെ പഠിപ്പിക്കുന്നു, നാം സുവിശേഷം അറിയിക്കുന്നവരായിരിക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവിലേക്ക് വരട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകത്തിലുള്ള ഏറ്റവും വലിയൊരു അറിവ് അത് പറഞ്ഞ അവസാനം, ലോകത്തിലെ ഏറ്റവും കഷ്ടതയുടെ തീഷ്ണമായ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ ഇയ്യോബ്. വേദപുസ്തകത്തിലെ ഏറ്റവും പുരാതനമായ പുസ്തകം. ആ പുസ്തകത്തിൽ ഒരു മനുഷ്യൻ്റെ ചരിത്രം നാം കാണുന്നു. ഇയ്യോബ് ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ ഇങ്ങനെ അടുക്കടുക്കായിട്ട് വന്നു കയറിയ ഒരു മനുഷ്യൻ. മൊത്തം ഒരു നഷ്ടങ്ങളുടെ ലോകത്തേക്ക് ഒറ്റയടിക്ക് കയറിപ്പോയൊരു മനുഷ്യൻ. ആ മനുഷ്യൻ എന്താണ് പറയാനുള്ളത്? തൻ്റെ 10 മക്കള്, 7 ആൺമക്കളും 3 പെൺമക്കളും അടങ്ങുന്ന നല്ല അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ഈ മക്കളൊക്കെ സന്തോഷ സമർത്ഥമായി കഴിയുന്നു പ്രിയരെ. പക്ഷേ പെട്ടെന്നാണ് അവരെ നഷ്ടങ്ങളിലേക്ക് കൊണ്ടുപോയത്. ഒരു ദിവസം താൻ്റെ കാളുകളെ, പെൺകഴുകുകളെല്ലാം മെരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശെബായർ വന്ന് എല്ലാത്തിനും പിടിച്ചുകൊണ്ട് പോയി വേലക്കാരൻ്റെ വാളിൻ്റെ വായ്ക്ക് വെട്ടിക്കൊന്നു. അടുത്തത് കാണുന്നു, വേറൊരുത്തം വന്നു, ദൈവത്തിൻ്റെ തീ ആകാശത്ത് നിന്ന് വീണു, ആടുകളും വേലക്കാരും ഇരയായിപ്പോയി. വീണ്ടും മറ്റൊരുത്തം വന്നു, കൽദയർ 3 കൂട്ടായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ട് പോയി. വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നു, നിന്റെ പുത്രന്മാരെല്ലാം പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, 4 മൂലയ്ക്കും അടിച്ചു, യൗവനക്കാരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി. യൗവനക്കാരായ 10 മക്കള് ഒരുപോലെ നിരത്തി കിടത്തി. ഈ മനുഷ്യൻ ഒന്നും മിണ്ടിയില്ല. അയാൾ ഇങ്ങനെ ഒരു വാക്ക് മാത്രം പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവ തന്നു, യഹോവ എടുത്തു, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യൻ. അത് കഴിഞ്ഞപ്പോൾ ആരോഗ്യം മുഴുവൻ ഇങ്ങനെ അഴുത്തുപോയി, ശരീരം മുഴുവൻ ഇങ്ങനെ പോവുകയാണ്. ഇത് ഭയങ്കര കാഴ്ചയാണ് കാണാൻ. ഞാൻ അങ്ങനെയുള്ള കാഴ്ചകൾ ഇങ്ങനെ ലൈവിൽ കണ്ടിട്ടുണ്ട്, അവരോടൊപ്പം ഇരുന്നിട്ടുണ്ട്. ദേഹത്തിരിക്കാനൊക്കില്ല, ഇരുന്നാൽ അത്രയും തൊലി അവിടെ ആകും. നിൽക്കാനൊക്കില്ല, ഉള്ളംകാലിൽ തൊലിയില്ല. കൈലി കൊടുക്കാനൊക്കില്ല, കൈലി കൊടുത്താൽ കൈലി അടിക്കുമ്പോൾ അത്രയും ഭാഗം കൈലിയിലാകും. കിടക്കാനൊക്കില്ല, ചരിഞ്ഞ് കിടക്കാനൊക്കില്ല, നേരെ കിടക്കാനൊക്കില്ല, കമന്ന് കിടക്കാനൊക്കില്ല. കാരണം എല്ലായിടത്തും തൊട്ടാൽ അത്രയും കട്ടിലാകും, നിന്നാൽ നിലത്താകും, തുണി കൊടുത്താൽ തുണിയിലാകും. ദൈവമേ എങ്ങനെ കഴിക്കും? ബാത്റൂമിൽ പോയി ഇരുന്ന, ടോയ്ലറ്റ് വാഷ്റൂമിൽ പോയി ഇരുന്നാൽ എഴുന്നേൽക്കുമ്പം അത്രയും കാലിൽ തൊടയുടെ ഭാഗം അത്തലാകും. ദൈവമേ എന്തോ ചെയ്യും? ഇതുപോലൊരവസ്ഥയിൽ കൂടെ കടന്നുപോയൊരു മനുഷ്യൻ. പക്ഷേ അങ്ങർക്കൊരു അറിവുണ്ടായിരുന്നു. ആ അറിവെന്താണ്? ഇയ്യോബ് 19 ഒരു അറിവാണ് അദ്ദേഹം പറയുന്ന അറിവ്. അതാണ് പ്രിയരെ ഏറ്റവും വലിയ അറിവ്. ഇന്ന് രാത്രി ആ അറിവ് നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ഹൃദയംഗമായി ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഈ അറിവ് എനിക്ക് കിട്ടി, അത് പുസ്തകത്തിൽ കുറിച്ച് വെക്കേണ്ട അറിവ്.
പുസ്തകത്തിൽ കുറിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഓർത്ത് പുസ്തകം ചിലപ്പോൾ നാളെ നഷ്ടപ്പെട്ടു പോയാൽ അറിവ് അടുത്ത തലമുറയ്ക്ക് ഇല്ലാതെ പോകത്തില്ലേ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, തുകൽച്ചെല്ലുകൾ വേണ്ട, പുസ്തകം വേണ്ട, കൈയെഴുത്ത് മാസികളിൽ വേണ്ട, പിന്നെ എന്ത് വേണം? പാറ ഇങ്ങനെ കൊത്തണം, അതിനകത്ത് ഉരുക്കി ഒഴിച്ചിട്ട് ഈ അറിവ് എഴുതി വെക്കണം. കാരണം ആരും തലമുറയായി അറിയേണ്ട അറിവ് എന്താണ്? അറിവ്, ആ അറിവ് മറ്റൊന്നല്ല, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നറിയുന്നു, ഞാൻ അവനെ കാണുമെന്നറിയുന്നു. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ജോലി പോകുമെന്ന് പേടിച്ച് പ്രാർത്ഥിക്കുന്നവരെ, ജോലി പോയ ഒരു മനുഷ്യൻ, രോഗമുണ്ട് ഞാൻ മരിച്ചു പോകുമെന്ന് പേടിക്കുന്നവരെ, രോഗം ഇങ്ങനെ മുന്നിൽ കണ്ട് മരണങ്ങളെ ഇങ്ങനെ മുന്നിൽ കണ്ട് 10 എണ്ണത്തെ ഒരുപോലെ പറഞ്ഞു വിട്ടൊരു മനുഷ്യൻ, ബിസിനസ്സും നഷ്ടങ്ങളും എല്ലാം ഒറ്റയടിക്ക് കണ്ട മനുഷ്യൻ, അയാൾ ആത്മഹത്യ ചെയ്തില്ല, അയാൾ ഡിപ്രഷനിലേക്ക് പോയില്ല, അയാൾ ദൈവത്തെ കുറ്റം പറഞ്ഞില്ല. അപ്പോഴും അങ്ങേർക്കൊരു അറിവുണ്ടായിരുന്നു. ആ അറിവാണ് ഏറ്റവും വലിയ അറിവ്. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. For I know that my Redeemer lives. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ അറിവ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് ജോലി പോകുന്ന പേടിയുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പേടിയുണ്ടോ? പക്ഷേ ആ പേടിയെല്ലാം വരുന്നത് ഈ അറിവില്ലായ്മയുടെ കാലം കൊണ്ടാണ്. അറിവില്ലായ്മയുടെ ആ കാലഘട്ടത്തിൽ നിന്ന് രാത്രി അറിവിൻ്റെ ഒരു തലത്തിലേക്ക് കയറുക. എന്താണ് ഏറ്റവും വലിയ അറിവ്? മൈ റെഡീമർ ലീവ്സ്. എത്ര പേരുന്ന് രാത്രി ഇങ്ങനെ നെഞ്ചത്തോട്ട് വെച്ചിട്ട് 10 വട്ടം അങ്ങോട്ട് പറഞ്ഞ് എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. എന്നിട്ടോ ഞാൻ അവനെ കാണും. എങ്ങനെ കാണും? അന്യനല്ല, സ്വന്തം കാണും. ഈ തലമുറയോട് മുഴുവൻ വരാൻ പോകുന്ന തലമുറയ്ക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാൻ ഇഷ്ടപ്പെട്ട മനുഷ്യൻ പറഞ്ഞു, പാറയിൽ അത് പൊടിച്ചിട്ട് ഈയം കൊണ്ട് എഴുതുക. എന്ത്? എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവനൊടുവിൽ പൊടിമേ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. പുനരുത്ഥാന ജീവിതത്തിൻ്റെ പ്രത്യാശ കാര്യമായി ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ആ മനുഷ്യൻ പറയുന്നു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ആ അറിവുള്ളവരെല്ലാം ഇന്ന് രാത്രി ഒരു 10 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ്, മൈ റെഡീമർ, ലോകത്തിൻ്റെ വീണ്ടെടുപ്പുകാരനാണ് അവൻ. പാപങ്ങളെ നീക്കുവാൻ പ്രത്യക്ഷനായി എന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. വെള്ളി പൊന്നെ മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ അവൻ്റെ രക്തം കൊണ്ട് എന്നെ വീണ്ടെടുത്തത് കൊണ്ട് എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിപ്പുണ്ട്. ആ ഉറപ്പുള്ളവർക്ക് ഭയം ഇങ്ങനെ മാറിപ്പോകും, മരണഭീതി ഇങ്ങനെ മാറിപ്പോകും. അവർക്ക് പറയാൻ കഴിയും, എന്നെ എന്ത് പോയാലെന്ത്, ഒന്നും പോയിട്ടില്ല, കാരണം അവൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും ഞാൻ അവനെ കാണുമെന്നും, അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണുമെന്നും അറിയുന്നു. ആ അറിവങ്ങോട്ട് ഹൃദയത്തിൽ നിന്ന് ആഴത്തിൽ നിന്ന് വന്നാൽ, ആ അറിവിൻ്റെ ഉറപ്പ് ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ സകല ഭയങ്ങളുടെയും ലോകത്തും നമ്മൾ പുറത്തേക്ക് വരും. അതുകൊണ്ട് ആ അറിവിലൊന്ന് ജീവിക്കാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കൂടാരമായ ഭവനം അഴിഞ്ഞു പോയാൽ എന്ത്? എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. കഷ്ടനഷ്ടങ്ങൾ വന്നാൽ എന്ത്? എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. സുവിശേഷ നിമിത്തം കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ എന്ത്? എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നാൽ എന്ത്? എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. രോഗം വന്നാൽ എന്ത്? എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. ഒടുവിൽ ഞാൻ അവനെ കാണും. അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് കാണും.